ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം ഏതെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ കഞ്ചാവോ അല്ലെങ്കിൽ ഏറ്റവും ആസക്തിയുള്ള ലഹരിയോ ഒന്നും ആയിരിക്കില്ല. അത് ദേഷ്യമാണ്. നിങ്ങൾക്കറിയാം, ദേഷ്യം എന്നുള്ളത് ഒരു മനുഷ്യനെ പാടെ ഇല്ലാതാക്കി കളയും. അയാൾക്കുള്ള എല്ലാ ബന്ധങ്ങളെയും നഷ്ടപ്പെടുത്തി കളയും. അയാൾ സമൂഹത്തിനിടയിൽ ഒന്നുമല്ലാതായി പോകും. ദേഷ്യം വരുന്നൊരു മനുഷ്യന് ആർക്കും ഇഷ്ടമല്ല. മുഖത്ത് വല്ലാത്ത ദേഷ്യവുമായിട്ട് നിൽക്കുന്ന ആളുകളെ എല്ലാവർക്കും പേടിയാണ്, എല്ലാവർക്കും വെറുപ്പാണ്. ചിലപ്പോൾ ഉള്ളിലൊന്നുമില്ലാത്ത ആളുകൾ, ഉള്ളിലൊരു കളങ്കമില്ലാത്ത ആളുകളാണ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ദേഷ്യപ്പെടുന്ന മനുഷ്യനുണ്ടാക്കി വെക്കുന്ന ചില ദുരന്തങ്ങളും ചില അപകടങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും ദേഷ്യപ്പെടുന്ന മനുഷ്യരാവരുത്. തലയിൽ ദേഷ്യം കയറുന്ന നേരത്ത് ഒന്ന് മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു കഥ പറയാം. എ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ 28 വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ സൈറ ബാനുവുമായിട്ട് പിരിയുമ്പോൾ എ റഹ്മാൻ പറഞ്ഞൊരു വാക്കുണ്ട്: കഴിഞ്ഞ 28 വർഷമായി ഞാൻ സഹിക്കുകയാണ്, മറ്റെന്തും ഞാൻ പൊറുക്കുമായിരുന്നു. പക്ഷേ സൈറ ബാനു വല്ലാതെ ദേഷ്യക്കാരിയാണ്. ദേഷ്യമില്ലാത്ത സമയത്ത് അവളെപ്പോലൊരു പെണ്ണില്ല. പക്ഷേ ദേഷ്യം പിടിച്ചാൽ ഏറ്റവും മോശം പെണ്ണായിട്ട് അവൾ മാറും. ഇങ്ങനെയുള്ള പല മനുഷ്യരും നമുക്കിടയിലുണ്ട്. നല്ല മനുഷ്യരൊക്കെയാണ്, വല്ലാത്ത ഇഷ്ടമായിരിക്കും എല്ലാ ആളുകളോടൊക്കെ. പക്ഷേ ദേഷ്യം വന്നാൽ അത്ര മോശപ്പെട്ടൊരു നാവ് വേറെ ഉണ്ടാവില്ല, അത്ര മോശപ്പെട്ടൊരു മനുഷ്യന് വേറെ ഉണ്ടാവില്ല. ആ ദേഷ്യം കാരണം എത്രയോ അവസരങ്ങളായിരിക്കും അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവുക, എത്രയോ ബന്ധങ്ങളെ ആയിരിക്കും അവർ ഇല്ലാതാക്കിയിട്ടുണ്ടാവുക, എത്രയോ ഉയരത്തിലേക്ക് പോകാനുള്ള സാധ്യതകളെ ആയിരിക്കും അവർ തച്ചുടച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മളൊന്ന് ദേഷ്യമില്ലാതാക്കാൻ ശ്രമിക്കുക.